ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ച സന്തോഷത്തിലാണ് എറണാകുളം ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ അവയവദാന ബോധവൽക്കരണമാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ചത്. സഹപാഠികളിൽ ഒരാളുടെ രോഗാവസ്ഥയാണ് അവയവദാന ബോധവൽക്കരണത്തിനായി എറണാകുളം ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രേരിപ്പിച്ചത്. അഭിനന്ദനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 5-അംഗ സംഘത്തെ നിലവിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപന്റെ നേതൃത്വത്തിൽ 2015-ലായിരുന്നു വ്യത്യസ്തമായ രീതിയിൽ അവയവദാന ബോധവൽക്കരണം. 15 അടി വീതിയും 14 അടി ഉയരവുമുള്ള അതിർവരമ്പുകൾ രേഖപ്പെടുത്താത്ത രീതിയിൽ ഭൂപടം തയ്യാറാക്കി. ഭൂപടത്തിൽ അവയവദാനത്തിന് താല്പര്യമുള്ളവരുടെ വിരലടയാളം വെള്ളമഷിയാൽ പതിപ്പിച്ചു. പിന്നീട് ഇത് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. മൻ കി ബാത്തിലടക്കം പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റിയ വിദ്യാർത്ഥികളും അധ്യാപകനും റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷം ചെറുതല്ലെന്നും വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ വിദ്യാലയം 2015-ൽ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. 2015 കാലഘട്ടത്തിൽ വിദ്യാലയത്തിലെ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു മകളുണ്ട്. ഭാവന ലക്ഷ്മി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിരുന്നു. അങ്ങനെ കുട്ടി വിദ്യാലയത്തിൽ വരാതിരുന്ന ഒരവസരത്തിൽ ഇവിടുത്തെ ഒരു കുട്ടി ആ കുട്ടിയുടെ അവയവം മാറ്റിവെച്ചാൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം എന്നിൽ ഉടലെടുത്തത്. നല്ല സന്തോഷമുണ്ട് പോകാനായിട്ട്. പിന്നെ ഡൽഹി കാണാനും നരേന്ദ്രമോദിയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ സ്കൂളിന് ലഭിച്ച അവസരത്തെ അഭിമാനപൂർവ്വം ആഘോഷമാക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ജനം, കൊച്ചി.